ഹായ് ഗായ്സ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. ഏതാണ്ട് 3-4 മാസമായി. നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചല്ലേ. ഒരു കപ്പ നട്ടതാണ്. ഓരോന്നോരോന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. മാന്തി എടുക്കായിരുന്നു. ഫ്രഷ് കപ്പ തന്നെ. വെട്ടിയതാണെന്ന് തോന്നി. വേരൊക്കെ ഉണ്ട്. അപ്പൊ കുറെ നാളിന് ശേഷം വന്നതുകൊണ്ട് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ മണ്ണിന്റെ മണമുള്ള വ്ളോഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. മണ്ണിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ്? കപ്പ ബിരിയാണി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബീഫ് വെച്ചിട്ടാണെന്ന്. അല്ല, ചിക്കൻ വെച്ച് ട്രിവാൻഡ്രം കപ്പ. കാര്യം എനിക്ക് ബീഫ് കഴിച്ചൂടാ. അപ്പൊ നമ്മൾ ഇന്ന് ചിക്കൻ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം. 3 മാസമായെങ്കിലും നമ്മളെ മറന്നിട്ടില്ലേ? അതാണ് സ്നേഹം. അതാണ് കൂട്ടവര് ഹായ് കൊടുക്കും. ഇവന്റെ നെറ്റിയിലൊരു തിലകക്കുറി ഉണ്ടോ? അത് ആരിട്ടതാ? ആരോ ഉണ്ട് അവരെ നോക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ചത്തല. ആരോ നന്നായിട്ട് നോക്കുന്നുണ്ട്. നമ്മളെ ഫുഡ് കഴിച്ചാൽ ജീവികളേക്ക് അവൻ മൺമറിയേണ്ട കാലം പറഞ്ഞു. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കപ്പ തൊലിക്കാം. ഈ കപ്പ തൊലിക്കണം ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ളൊരു ജോലിയാണ്. എല്ലാവർക്കും ഇത് പറ്റില്ല. ഇങ്ങനെ ആദ്യം കൊത്തി കിട്ടണം. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറ്റിയിട്ട് കണ്ടോ. പിന്നെ ഇത് നല്ല വേവണ കപ്പ വാങ്ങാം. വേവാത്ത കപ്പ വാങ്ങിച്ചു കഴിഞ്ഞാൽ കപ്പ ബിരിയാണി വേവാത്ത. ഇത് പണയിലെ കിഴങ്ങല്ലേ, നല്ലോണം വേവ്. അല്ല, ക്യാരറ്റിൽ നിന്ന് വിട്ടു. ആ ഉദ്ദേശിച്ചത് അവരെന്തായാലും വാങ്ങുമല്ലോ. വാങ്ങുമ്പോൾ നിങ്ങള് അതായത് ശ്രീകാന്ത് ഉദ്ദേശിച്ചത് നിങ്ങൾ വാങ്ങുമ്പോൾ നമ്മളെ പോലെ പിഴുതെടുത്തതല്ല, നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ക്യാരക്ടർ മാറിപ്പോയി. ഇവിടെ ചിക്കൻ കഴുകുന്നു. അരുണിപ്പോ പഴയ പോലെയൊന്നുമല്ല. ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ അവന് മണ്ണിലേക്ക് ഇറങ്ങണമെന്നൊരു ആഗ്രഹം. കാര്യം അവിടെ ഇപ്പൊ അവൻ കഴിക്കണം. ബാംഗ്ലൂർ പോയി ലുക്ക് കഴുത്തിൽ തൊടല്. അവിടെ വൻകിട ബിസിനസ്. അവനിപ്പോ വെട്ടിപ്പിടിക്കാനൊക്കെ അറിയാം. അവനിപ്പം നാടൻ ഫുഡൊന്നും കഴിക്കാറില്ല. അവിടെ പോയതിനു ശേഷം ബർഗർ, പിസ്സ. എന്ത് ചെയ്യാം, ഇറങ്ങാൻ സമയം. അതാ പാർട്ട് ടൈം. നെറ്റിൽ കുറച്ച് അലുമിനിയം നമ്മൾ കഴിക്കുമെന്ന് തോന്നുന്നു. കുറച്ച് അലുമിനിയം റിച്ച് ആയിരിക്കും. പണയെന്ന് പുഴുതാണെന്ന് തോന്നുന്നു. ഭയങ്കര മുറ്റാണല്ലേ. വേവൊന്നാണ് പണയിലെ കപ്പ സാധാരണ വേവൊന്നാണ് പറയപ്പെടാറല്ലേ. എന്താ കല്ല് കണക്കില്ല. ഈ കപ്പ കഴിക്കുമ്പോൾ കൂടെ എപ്പോഴും പ്രോട്ടീൻ കഴിക്കണം എന്ന് പറയൂ അല്ലേ. എന്തോ ഇതില് ചെറിയൊരു അതാണ് കൂടുതൽ. കപ്പയും ഇത് മാത്രം കഴിക്കണവരെ മറ്റേ മുളക് ഒരു കുറെ ഡെയിലി കഴിച്ച് ചത്തുപോയി. അറിഞ്ഞൂടാ. അങ്ങനെയൊന്നും ഒരു കെമിക്കൽ എന്തോ ഇതുണ്ട്. അപ്പൊ അത് ഒന്ന് പേരെന്താ? ഹൈഡ്രജൻ പെറോക്സൈഡ്. അത് പറ്റി സൈനൈഡ് പോലത്തെ എന്തോ സാധനം, ഒരു വിഷം, സൈനൈഡിന്റെ സാധനം. അത് പച്ചക്ക് കഴിച്ച പ്രശ്നമാണെന്ന് പറയാറ്. ഇലയിലും നമ്മളൊന്ന് ചുട്ട് കഴിച്ചല്ലോ. ഇല്ല, അതിന്റെ കൂടെ കടലയോ ചിക്കനോ എന്തെങ്കിലും പ്രോട്ടീൻ ഉള്ള സാധനം കഴിക്കാം. സൈനൈഡ് ന്യൂട്രലൈസ് ആവും. കുറച്ചെന്തോ പ്രോട്ടീൻ കഴിക്കുമ്പോ അത് ഇതാവുമെന്നാണ് പറയപ്പെടാറ്. അവിച്ചു കഴിഞ്ഞാലും 2 വെള്ളമോ കഴിവണം. ആ കട്ട് കുറച്ച് എന്നാലും കുറച്ച് അതിൽ കാണും. അത് പ്രോട്ടീൻ ചിക്കനോ ബീഫോ മീനോ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. ഒറ്റയ്ക്ക് തിന്നല്ലെന്ന് പറഞ്ഞ് ദാണ്ടിരുന്ന് തിന്നണ്. ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ കപ്പ പുഴുങ്ങാനുള്ള പരിപാടിയിലാണ്. സോറി, കുറെ നാളായതുകൊണ്ടേ ഗ്യാസ്. ഇത് കുറയ്ക്ക്. അത് ഭയങ്കര കത്തും, കൈ കത്തും. കുറെ നാളായതുകൊണ്ട് അതിന്റെ ഒരു നെയ്ക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് അപ്പോഴത്തേക്ക് ചിക്കൻ കുറച്ച് മാരിനേറ്റ് ചെയ്യും. കുറച്ച് മഞ്ഞപ്പൊടി, നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരിയാണോ? കളറിന് മതി. കുറച്ച് ഉപ്പ്. എത്ര ഇടണം? ഉപ്പുദാസനാണെങ്കിൽ കുറച്ചുകൂടി കേട്ടോ. അവന് ടെൻഡൻസി ഉണ്ടോ അവന് വേണ്ടി? ഇനി കുറച്ച് ഇതും കൂടി ചായച്ചെടുക്കോ. ഇടിച്ച അത്രയും പുറത്ത് അങ്ങനെ അടിക്കുന്നോ? എല്ലാവരും പ്രസ് ചെയ്താൽ മതി. അടിച്ചാൽ അങ്ങനെ ഇറക്കി അങ്ങനെ പ്രസ് ചെയ്ത് ദാസന്റെ ജിം ഇതേ വരട്ടെ. നമുക്ക് ചിക്കൻ അതിലിട്ട്
ഓക്കെ, ചിക്കൻ ഇട്ട് പെരട്ടി എടുക്കണം. ഉല്ലാസിന്റെ വായി ഊതി ഓർമ്മ. ഗ്ലാസ് പെരട്ടി എടുക്കണമെന്ന് പറയുമ്പോ ആ ഒരു വെള്ളം വന്ന് ഇങ്ങനെ നിറഞ്ഞിട്ടേ അല്ലേ, വെള്ളം ഇങ്ങനെ വായിൽ നിറഞ്ഞത്. പക്ഷെ ഇത് കുറവല്ലേ, ഒരു അല്ല ഇത് ജസ്റ്റ് പെരട്ടി വെക്കാനടാ. മുളക് ഇത്തിരി കുറഞ്ഞല്ലേ? കളറില്ല. മുളക് പൊടി ഇടണോ? കളറില്ലാതെ എന്തെന്നറിയാം, മസാലത്ത് കണക്ക് തെറ്റിയതാണ്. ഇന്ന് മിണ്ടാത്തതാണോ? ചിക്കൻ മസാല ഇടണോ? ഇട്ടില്ലല്ലോ അതിന്. അത് അവനെ അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. അറിയില്ലെങ്കിൽ അറിയാതെ പോട്ടെ എന്ന് വിചാരിച്ചു. അവിടെ ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഉണ്ടാക്കണവർക്ക് അറിയാം. അറിഞ്ഞൂടാത്തോണ്ട് കുഴപ്പമില്ല. എന്നായിരിക്കും മനസ്സിൽ ഇത് മറ്റേ മന്തിയുടെ എടാ ജസ്റ്റ് മാരിനേഷൻ. കറി ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഉണ്ടാക്കും. അതുകൊണ്ട് അതിന് അതൊക്കെ ഇരിക്കല്ലേ. അത് തന്നെ മറ്റെവിടെയെങ്കിലും ഒരു മഞ്ഞ കളറിലൊക്കെയാണ്. യവന്മാര് പുറത്തുള്ള സാധനമൊക്കെ കണ്ടിട്ട് പിള്ളേരെല്ലാം ഇല്ല. ചിക്കൻ കറി ആക്കിയാലോ? ഓക്കെ, വെള്ളം തിളച്ച് വരികയാണ്. അപ്പം കുറച്ച് കപ്പ ഇടാം. നല്ല കാറ്റ്. ദാസ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാടാ. സൈനൈഡ് ഒന്ന് ന്യൂട്രലൈസ് ആവട്ടെ. മതിയോ? മതിയെന്ന് തോന്നുന്നു. മതി. ശ്രീകാന്തിന്റെ ഒരു പൊടിക്കൈ ഉണ്ട്, നല്ല എരിവുള്ള മുളക് അരിഞ്ഞെടുക്കുക. അതാണ് ശ്രീകാന്തിന്റെ പൊടിക്കൈ. ഇതിവിടെ കിട്ടുന്ന ഒരു കസ്റ്റമൈസേഷൻ ആണ്. മുളകാണിത്. ഇത് എന്തോ ഉടങ്കൊല്ലി മുളക്. ഇതിന്റെ ഒരു മണമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. ഇല്ലേ, നല്ല മണമല്ലേ, നല്ല എരിവായിരിക്കും. ഇത് മീൻകറിയിലൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കുന്ന നല്ല ടേസ്റ്റാണ്. അത് മീൻകറി, ഇത് കപ്പയാണ്. ഇങ്ങനെ കപ്പ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ പൊതുവെ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചേക്കുക. ഇതൊക്കെ ഇന്ന് എരിഞ്ഞ് ഊപ്പാടുന്നാണ് തോന്നണത്. കസ്റ്റമൈസേഷൻ രസമല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കൈമുദ്ര വെക്കണ്ടേ. ഈ മുദ്ര ഒരിക്കലും മറക്കൂല. അരിവിടൂല അതിന്, ഇത് നമുക്കിടാം. ഈ വെള്ളം നന്നായി. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ, ഒരു കളർ വരട്ടെ കപ്പ ബിരിയാണിക്ക്. ഓക്കെ, ഇവിടെ വിനിച്ചേട്ടന്റെ കരവിരുതാണ് കാണുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സൂപ്പർ ആയിരിക്കും. വല്ലവന്റെ ക്രെഡിറ്റ് അടിച്ചു. അതും കൂടെ എടുത്ത് കണക്ട് ചെയ്യണം. ചിക്കൻ. ഓക്കെ, ചിക്കന് വേണ്ടി അടുപ്പ് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കപ്പ ബിരിയാണിയുടെ ചിക്കൻ ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ടാക്കാം. ആദ്യം കുറച്ചെണ്ണ. കുറച്ചാണോ? തിളയ്ക്കുമ്പം കുറച്ചുകൂടെ എണ്ണ. എന്നിട്ട് നമുക്ക് ഇതിലൂടെ ഇത്രയും വാങ്ങിച്ചല്ലേ, വേസ്റ്റ് ആക്കണ്ട. ഫ്രഷ് എണ്ണയല്ലേ കൂടട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് അതില് വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കും. ഇപ്പൊ അവൻ കുക്ക് ചെയ്യും. ബാംഗ്ലൂർ പോയിട്ട് പോയി കുക്ക് മെത്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ വിഴുക്ക് വരട്ടി ഉണ്ടാക്കി കഴിച്ചു. പിന്നെ അത് മസാല ദോശക്കകത്ത് വെക്കുകയും കൊടുക്കേണ്ടി വരും. അത് പുഴുക്ക് പോലെ. ഓക്കെ, നമുക്ക് ഇതിടാടാ, ഈ സാധനം ഇടാം. ഫസ്റ്റ് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. സ്പേസിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്ന് വെറുതെ കമന്റ് ഇടോ. നല്ല ഇളക്കണ്ട്. എന്തായാലും ഒരു പണിക്കറ. അതാ നന്നായിട്ട് ചെയ്തോ. ഇത് റിപ്പീറ്റ് ചെയ്തിട്ടാൽ കുറച്ച് മൂക്കട്ട്. സവാള ഇട്ടോളാം. സമയമായോടാ നിരക്കി വിടാം. രസമാണ്. അതിന് നമ്മളുടെ പുതിയ ആള്. ഓരോരുത്തർക്കും ഓരോ ആൾക്കാരാണ്. അരുണും ജോലി ചെയ്യുന്നില്ല എന്നുള്ള പേര് ദോഷം മാറ്റാനായിട്ട് ഞാൻ കുറച്ചിടാം. റിപ്പീറ്റ് അടുത്ത വീഡിയോയിൽ ഇടുക. ഞാൻ ഇല്ലാത്ത വീഡിയോയിൽ ഇടുക. തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടിടാം. ഉപ്പ് നമ്മൾ ഇത്ര എടുക്കുക. ഇത്രയും സവാളൊന്നും വേണ്ടായിരുന്നു. നമ്മൾ കുറെ അരിഞ്ഞോണ്ടെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കുറെ ഇട്ട് അതിനെ വരട്ടി സൈസ് കുറച്ചാൽ ഉല്ലാസിന്റെ മഹത്വചനങ്ങൾ ലൈഫിൽ എന്നും ഇത് കീപ്പ് ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉല്ലാസ് പറഞ്ഞ ഈ വചനങ്ങളോ വരട്ടി ഇറക്കി. ഗൈസ്, അപ്പോൾ നമ്മൾ കപ്പ എടുത്ത് നോക്കി. അപ്പോൾ നല്ല വെന്തു. ഇത്രയും വേവണ്ട. ഒരു
ഏകദേശം ഒരു 90% വേവായി. നല്ല വേണ്ട. പണക്കിഴങ്ങായോണ്ട് നല്ല ഭയങ്കര വേവായി. വേവുമ്പോ നല്ല മഞ്ഞ കളറിലിരിക്കണ. ഫ്രഷ് ആയിട്ട് കുഴിച്ചെടുത്ത എങ്ങനെയാണ്? അതെ. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റാൻ നമ്മളുടെ അഖിൽദാസ് പോയി ഊറ്റും. ഊറ്റാൻ സ്പെഷ്യൽ അഖിൽദാസ് അവൻ തന്നെ പറഞ്ഞത്. അവൻ ഊറ്റുന്നുണ്ട്. ഊറ്റൽ സ്പെഷ്യൽ. ചിലടത്ത് കിട്ടുമ്പോൾ കടിക്കാൻ കിട്ടും. സൂപ്പർ അല്ലേ കൈസ്? സൂപ്പർ സാധനം. നല്ല പണക്കപ്പ ആയതുകൊണ്ട് ഒരു മഞ്ഞ കളർ അല്ലേ? അതെ അതെ. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളൊരു കൊള്ളാം അല്ലേ? ഇപ്പൊ തന്നെ കപ്പ വിജയമാണ്. കാര്യം അവ ഇത് വിനു 4ാമത്തവനാണ് കപ്പ തിന്നണം. വെറുതെ തന്നെ നമ്മുടെ ഈ പണക്കപ്പയ്ക്ക് നമ്മൾ ഇനി ഓർഡർ എടുക്കുകയാണ് അല്ലേ? പ്രീ ബുക്ക് ചെയ്യാം. നമ്മൾ തന്നെ പുഴുത് തരും. ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളി. അതെ അതെ. ഇച്ചിരി റേറ്റ് കൂടുതലാണ്. 4-5 പേര് ഒരുമിച്ച് പുഴുതാല് വരവുള്ളത്. ഇനി നമുക്ക് ഇതിൽ മസാല ഇട്ട് തുടങ്ങാം. കുറേശ്ശെ ഇവിടെ ഇട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ഇനി കുറച്ച് ചിക്കൻ മസാല ഇട്ടോ. കുറച്ച് പൊടി മതി. ഇനി കുറച്ച് മറ്റേ ഇത് കാശ്മീരി മറ്റേ സാധനം കൂടെ മല്ലിപ്പൊടി. ഇവൻ ഗരം മസാല എന്ന് പറഞ്ഞ് 2 ടിൻ മല്ലിപ്പൊടി ഉണ്ടെന്ന് കുറച്ച് നേരത്തെ. അത് കുറെ വർഷമാകേണ്ട മണമൊന്നും വരുന്നില്ലായിരുന്നു. ചുമ്മാ അവൻ കൊറിയാണ്ടർ എന്ന് വായിച്ചു മനസ്സിലായി. കൊറിയാണ്ടർ അല്ല, മതി. മലയാളത്തിൽ എഴുതി വെച്ചുകൂടെ? കുറച്ച് മുളക് പൊടി. നല്ല കളർ. കുറച്ച് കളർ പോലെ ഇതിന് എരിവ് കാണൂലടാ. കുറച്ച് തക്കാളി ഇടാം ഗൈസ്. ഇവിടെ ഇത് തിന്നോണ്ടിരിക്കുകയാണല്ലേ? ഞാൻ മാത്രം ബിരിയാണി. പേര് നിന്റെ തലയിലായിരിക്കും. മുളകുപൊടി കൂടിയോ? ഒരു വഴിയില്ല. എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്തത് നോക്കേണ്ടി നല്ലത് കൂടിപ്പോയത്. കുറച്ച് എരി കൂടിയോ? എല്ലാം കൂടിയോന്നാണ്. ഇല്ല ദാസനം എടുത്താണ്. സ്പൈസി ആണടാ നല്ലത്. ഇങ്ങനെ ഉടയ്ക്കാണോ? തക്കാളി ഉടയ്ക്കോ? വേണമെങ്കിൽ ഒരു തക്കാളിയും കൂടി ഇട്ടോടാം. വേണോ? അത് എരിവ് കുറയ്ക്കാനുള്ള പരിപാടിയാണ്. അല്ലടാ അതൊരു എരിവുണ്ടടാ. ഇല്ലടാ കപ്പ ബിരിയാണിക്ക് ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വയറിനൊരു മയം കിട്ടാനെന്ന് പറഞ്ഞു. മീനവിയിലാണ് ശ്രീകാന്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നത്. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ബിനുവിന് വരാൻ വയ്യ, വരണില്ല. മീനവീരാണെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് വരണില്ല. ചിക്കൻ കേട്ടിട്ടാണ് വന്നത്. ചിക്കൻ ഉറപ്പിച്ചപ്പോഴത്തേക്കും ഫോട്ടോ വെച്ചു കൊടുത്തപ്പോ അപ്പൊ വന്നു. അതുപോലെ ബിആറിന് വരണമെങ്കിലും ചില പ്രത്യേക ഡിഷ് ഉണ്ടെങ്കിൽ മാത്രമേ. മട്ടൺ എഴുതി കാണിച്ചാൽ വരും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഫുൾ മട്ടനെ ചുടാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോഴെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാ. അതിലെന്തൊരു സജഷൻ? അല്ല മട്ടന്റെ വയറിന്റെ അകത്ത് എന്തെങ്കിലും വെക്കണോ? അല്ല ഇനി ഏതെങ്കിലും ഫാമുകൾക്ക് നമ്മളുടെ കൊളാബറേറ്റ് ചെയ്യണമെങ്കിൽ അവർക്കും ചെയ്യാം. അതെ അതെ അതെ, അവർക്ക് വരാം. ഫാമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ. പിന്നെ ആർക്കെങ്കിലും 100K ആയി ഒരു മട്ടനോ 2 മട്ടനോ സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തോ. നിങ്ങൾക്കും വരാം, നമ്മളുടെ ഭാഗമാകാം. ക്രെഡിറ്റ് തരാം. അതെ, വയറ് തിരികെ കയറ്റാനുള്ള ഒരു അവസരം. അതെ അതെ അതെ. കിവിയാ? കിവി മറ്റേ ഇതല്ലേ, ഫ്രൂട്ട് അല്ലേ? ഏമോ ഏമോ കിവിയുടെ ന്യൂസിലാൻഡിലെ ചെറിയ പിന്നെ പഴമുണ്ട്. പഴമല്ല. ഞാൻ കറിയുടെ ഗ്രേവി ഏകദേശം സെറ്റായി. നമുക്ക് ഇനി ചിക്കൻ ഇതിലോട്ടിട്ട് കൊടുക്കാം. വെൽഡിംഗ് മെഷീൻ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ അപ്പൊ ഗൈസ് നമ്മളിനി കപ്പ ഇടിക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് കപ്പ ഇടിക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല, ആരോഗ്യം വേണം. അതെ, നിന്റെ കൂടെ പറ്റുന്നുണ്ടോ? മാറി കറക്റ്റായിട്ട് അടിക്കുക. ഉള്ളുടക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന്. ജിമ്മിൽ പോണ അഖിൽദാസിന് വിടറാ. നിന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നല്ലേ? ഈ വെള്ളം വന്നതുണ്ടോ? ഉടഞ്ഞതാ. രണ്ടാഴ്ച പറ്റില്ലടാ. ഒരു കപ്പ ഉടയ്ക്കാനുള്ള ഒരു കഴിവില്ല.
അങ്ങനെയാണ് ഉല്ലാസം പറയണം. ഞാൻ വാ തുറന്നിട്ടില്ല, ഇനി എന്റെ മണ്ടയെ കൊണ്ടുവന്നിട്ട്. ഇങ്ങനെ പലരും പറയും, പക്ഷേ we have to try again. ഇങ്ങനെ അടിച്ചു നോക്കിയത്. പണ്ടാണെങ്കിൽ തുടുപ്പെന്നുള്ളൊരു സാധനമുണ്ട് മറ്റേ ഈ അല്ലേ, അതൊരു ഇടിയും കണ്ടിട്ടില്ലേ? മറ്റേ പൊട്ടറ്റോ സ്മാഷർ ഉണ്ട്. പെപ്പർ പൗഡർ നിരീക്ഷിക്കണം, കണ്ടില്ലെന്ന് തോന്നുന്നു. ഇത് ഇവന് കണ്ണു ഇവിടെ പെപ്പർ ഇട്ട് അതിനെ എരിവ് സ്പൈസി ആക്കണമെന്നാണ് എല്ലാരും പറഞ്ഞത്. അതിന്റെ കളറ് കണ്ട ചുമ എന്താ രസം. ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക്? കാണിച്ചു കൊടുക്ക്. ഞാൻ കാണിച്ച്. ഇത് മറ്റേ ഡ്രാഗൺ ചിക്കൻ പോലെ. ഡ്രാഗൺ ചിക്കൻ നമുക്ക് കണ്ടിട്ടില്ല. കപ്പ കുറവാണെങ്കിൽ നമുക്ക് ചിക്കൻ കൊടുക്കാം. ഇത് പക്ഷെ മീൻകറി പോലെ ഇരിക്കണ്ട. ഇപ്പം മറ്റേ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ കളർ. നീ നമ്മളെ പറ്റിക്കാനായിട്ട് കോട്ടയം സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടക്കറി ആയാലും ഈ കളർ തന്നെ ആയിരിക്കും. വായിക്ക് വിജയായിട്ട് സാധനം വെച്ച് കൊടുക്കുമ്പോ മതി ഉടച്ചു കൊടുക്കാൻ ഇതാക്കി മതി. ഇങ്ങനെയാണോ ഉടക്കാൻ? ഞാൻ അവസാനം ഇത് എനിക്ക് മറിയായിരുന്നു, അതാണ് ഞാൻ കൊടുക്കായിരുന്നത്. ഇടിച്ച് സെറ്റാക്കി. ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഉടപ്പില് എന്തോ ഫെയിൽ ആയത്. എഴു കൂടിയൊക്കെ ആ ഒരു ഉദ്യമം വേണോ നമുക്ക്? കുറച്ച് ഉപ്പ് വേണമെന്ന് തോന്നുന്നു. കുറച്ച് ഉപ്പ് വേണം, കുറച്ച് ഉപ്പ് വേണം. ഇനി കപ്പയും ചിക്കനും മിക്സ് ആവണം, അപ്പോഴാണ് കപ്പ അതിന്റെ ടൈമാണ് ബിരിയാണി ഉണ്ടാവും. ഇതാണ് ക്രൂഷ്യൽ മൊമെന്റ്. ഇതിനു ഇളകുന്നില്ലാത്ത പോലെ നീ ഇത്തിരി കഷ്ടപ്പെടുന്നത് മറച്ചു വെച്ചിടാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ചിക്കൻ കൂടുതൽ പോലെ. കപ്പ കുറവാണല്ലോ, പ്രോട്ടീൻ കുറച്ച് കൂടുതൽ വേണം കപ്പയ്ക്ക് എന്നാണ് ഞാൻ അതിൻ്റെ ഇത് സൈനൈഡ് ന്യൂട്രലൈസ്. കൊറേ നേരം കൊണ്ട് സൈനൈഡ് പിടിക്കാൻ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് കുഴച്ച് വെച്ചോണ്ട് ഇപ്പൊ ഈസിയാണ് അവർക്ക്. ഓക്കെ, ഇനി എന്താണ്? ഇനി നമുക്കൊരു മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ ആരും കപ്പ ബിരിയാണിയിൽ ചെയ്യൂല, പക്ഷെ നമ്മൾ ചെയ്യും. കടു വറുത്തിടാൻ പോവുകയാണ്. ചെറിയുണ്ട്, മുകളിലുണ്ട്. നമുക്ക് ഗാർണിഷിങ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാണത്? കുറച്ച് മല്ലിയില മാത്രം, ഡെക്കറേഷൻ. ഇച്ചിരി ഓവർ ആയാലല്ലേ കഴിക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിടും ഇതെന്തേര് കാണിക്കാം. ഓ സൂപ്പർ. അപ്പൊ നമ്മളുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി ഇന്ന് റെഡി ആയിരിക്കുകയാണ്. ഇത് ട്രിവാൻഡ്രം സ്റ്റൈലാണ്. നോക്കൂ, രസമായിരിക്കും. ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ഐറ്റം. കഴിച്ചു നോക്കി എല്ലാവരും. ഇതിപ്പോ അതൊന്ന് കഴിച്ചു നോക്കട്ടെ. ദാസേ സൂപ്പറായിട്ടുണ്ട്. സ്ത്രീ വിട്ടാൽ ചിലപ്പോ ചുമ്മയാണ്. ഒറിജിനലി അങ്ങ് പറഞ്ഞോടാ, സത്യം തുറന്ന് പറയടാ. കൊള്ളാം. ഇച്ചിരി തുറന്ന് പറയടാ സത്യം. മോശമൊന്നുമല്ല. നമ്മുടെ പയ്യന് കൊടുക്കാനാണ്, നമ്മുടെ പൊന്നോമനക്ക്. അത് നമ്മൾ മറന്നില്ല. 3 മാസത്തിന് ശേഷവും നമുക്ക് വേണ്ടി കാത്തിരുന്ന. പക്ഷെ കപ്പ തിന്നു മതിയല്ലോ, ഇത്രയും അത് കുറച്ച് കൊടുത്തു നോക്ക്. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. വേണ്ടെന്നോ, ചൂടായിരിക്കും. കഴിക്കണം. ചൂടുണ്ടോണ്ടല്ലോ കഴിക്കുന്നില്ല. ഇത്രയും വെച്ച് കൊടുക്കണ്ടേ? അല്ല കഴിക്കും. ചൂടായോണ്ട് കഴിച്ച് സക്സസ്. ഇല്ലേ നാറിപ്പോയി. മറ്റേ സാധനം ഇതിന്റെ പുറത്ത് കുറച്ചിങ്ങനെ നമുക്കിത് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കി. ഒന്ന് മാസമായിട്ട് നോക്കാം. ക്യാമറ പാൻ ചെയ്യും. ഞാൻ എക്സ്പ്രഷൻ നല്ല ക്യൂട്ട്നെസ്. എന്താ എനിക്ക് ക്യൂട്ട്നെസ് ഇട്ടൂടെ? നല്ല സാധനം. നിങ്ങൾ മസ്റ്റായിട്ടും വീട്ടിൽ ഉണ്ടാക്കി വെക്കുക.
വലിയ പാടൊന്നുമില്ല അല്ലേ? വലിയ പാടില്ല. ഇത്ര എരിവ് ഇടണമെന്ന് ഞാൻ പറയില്ല. എരിവെണ്ണമൊന്നും എനിക്ക് അവധി ദിവസങ്ങളിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഗൈസ് എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല നല്ല സൂപ്പർ സാധനം. സൂപ്പർ സാധനം. ബീഫ് തന്നെ വേണമെന്ന് കടുംപിടുത്തം പിടിക്കരുത്. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ നല്ല രുചിയാണ്. പൈസയുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ കുറെ കാലത്തിന് ശേഷം കുക്കിംഗ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എൻജോയ് ചെയ്തോ? നമ്മൾ ട്രാവൽ ചെയ്യണോ? അതാ ട്രാവൽ മാത്രം ചെയ്താൽ മതിയോ? വീഡിയോ മാത്രം ചെയ്താൽ മതിയോ? ഒന്നും ചെയ്യണ്ടേ? നിങ്ങൾ പറയുക, നിങ്ങൾ പറയണ പോലെ നമ്മൾ ചെയ്യാം. ഒന്നും ചെയ്യണ്ടെന്നേ പറയൂ. അപ്പൊ നിങ്ങൾ പറയണത് കേൾക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതിന്റെ കമന്റിൽ നിങ്ങൾ നിറയ്ക്കുക. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്താലോ? അപ്പൊ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.